ഒരു കന്നാണെങ്കിൽ 7 ആളെ വരെ കൂട്ട പരിയുള്ളൂ അല്ലേ. ഇപ്പം ഞാൻ ഇറക്കാണ്, ഞാൻ എൻ്റെ പെണ്ണുങ്ങൾ, ഞങ്ങൾക്ക് 5 കുട്ടികളുണ്ട്, ഒരു കന്ന് ഞങ്ങൾക്ക് കണക്കാം. അപ്പം നിങ്ങൾ നീ എത്തിക്കണം, ഓരോടൊക്കെ പറയണം, നിങ്ങൾ പെണ്ണുങ്ങൾ വിളിച്ചിട്ട് പറയാം എൻ്റെ ഞാൻ ഇറക്കുന്നുണ്ട് കേട്ടോ, ആയിക്കോട്ടെ എന്നോട് പറയണം. അപ്പോൾ ഓളെ നീ വെക്കാം. എന്നിട്ട് അപ്പോൾ ഓളും നഖം വെട്ടരുത്. കുട്ടികളും അങ്ങനെ തന്നെ, കുട്ടികളെ തൊട്ട് നമുക്ക് ചെയ്യാം. കുട്ടികളെ തൊട്ട് അത് സമ്മതമൊന്നും വേണ്ട. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ തൊട്ട് വാപ്പാർക്ക് ചെയ്യാൻ സമ്മതം വേണ്ട. അന്യാളെ തൊട്ട് ചെയ്യണമെങ്കിൽ സമ്മതം വേണമെന്നാണ്. ആ സമ്മതം കുട്ടികളേന്ന് വേണ്ട. കുട്ടികളെ പൈസ കൊണ്ട് വാപ്പാർ ചെയ്യാനും പാടില്ല. കുട്ടികളെ പേരിൽ ചിലപ്പോൾ അക്കൗണ്ടിൽ പൈസ ഒക്കെ ഉണ്ടാവും. ആ പൈസ എടുത്താണ്ട് വാപ്പ ഒലിയെ തറക്കാന്ന് മാത്രമല്ല, ഒരു ദാനധർമ്മങ്ങളും പാടില്ല കുട്ടികളെ മുതലുണ്ട്. കുട്ടികളെ മുതൽ കൈകാര്യം ചെയ്യേണ്ടത് വലിയാണ്. കുട്ടികളെ കൈകാര്യങ്ങളൊന്നും ശരിയാവില്ല. കച്ചവടവും വിൽപ്പനയും വാങ്ങലൊന്നും കുട്ടികൾ തന്നല്ല. അതാരാണ് ചെയ്യേണ്ടത്? വലിയാണ്. ആ വലിയ പൈസ വളർത്താനോ കുട്ടികളെ അത്യാവശ്യത്തിന് എടുക്കാനോ മാത്രമേ പറ്റുള്ളൂ. ദാനധർമ്മങ്ങൾ ചെയ്യാൻ അതുകൊണ്ട് പാടില്ല. കുട്ടികളെ പണ്ടെടുത്തേണ്ടേ ദാനധർമ്മം ചെയ്യാൻ. കുട്ടികളെ ദാനധർമ്മം ശരിയല്ല. ഒരു പ്രായപൂർത്തിയായിട്ടില്ലല്ലോ. ഒരു പ്രായപൂർത്തിയായിട്ടും വേണമെങ്കിൽ ചെയ്തോട്ടെ. വലിയാണ് ആ പൈസ കൈകാര്യം ചെയ്യേണ്ടത്. വലിയത് എന്തൊക്കെയാണ് പറ്റുള്ളൂ? അത് വളർത്താനോ ഒക്കെ പറ്റുള്ളൂ. ദാനധർമ്മം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് വാപ്പാക്ക് പ്രായപൂർത്തിയാകാത്ത മക്കളെ തൊട്ട് വാപ്പാൻ്റെ കീശയിൽ നിന്ന് കാശെടുത്തിട്ട് ഒന്നിയത്തൊക്കെ ഇറക്കാം. പിന്നെ ഒരു പണിൻ്റെ സഫീറെ, കൂലിയിൽ കൂറാക്കുക. ഇയാൾ തൊട്ട് തന്നെ ചെയ്യണത്. പഠിച്ചോനെ എൻ്റെ സുന്നത്തെ ഒന്നിയത്ത് ഞാൻ ചെയ്യാൻ വേണ്ടി, അതിന് ആദ്യം നീയത്തൊന്നും വെക്കണ്ട, കന്ന് വാങ്ങിയിട്ട് നീയത്തിച്ചാൽ മതി. അത് ഒരു മനസ്സിലൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നിയത്തിൽ പങ്കാളിയാകുന്നുണ്ട്. ആ ഒരു ഒന്നിയത്തിൻ്റെ കൂലിയിൽ ഞാൻ എൻ്റെ അമ്മാനെയും ബാപ്പാനെയും അത് മരിച്ചോലൊക്കെ കൂട്ടാം. എല്ലാവരും ഞാൻ എൻ്റെ കൂലിയിൽ കൂറാക്കിന് പഠിച്ചോനെ, അവർക്കൊക്കെ ഞാൻ കൂലി കൊടുക്കണേ റബ്ബേ. ഒന്നിയത്താരതാണ് എൻ്റെത്, എൻ്റെ സുന്നത്തായ ഒരു ഓഹരി അല്ലെങ്കിൽ ഒരു കന്ന്, അതിൻ്റെ കൂലിയിൽ ഞാൻ എൻ്റെ അമ്മാനെയും ബാപ്പാനെയും കൂറാക്കിയിരിക്കുന്നു. എൻ്റെ പെണ്ണുങ്ങളെയും കുട്ടികളും എന്താക്കിയിരിക്കുന്നു. ഓർക്കൊക്കെ ചെയ്യാൻ എനിക്ക് പോലത്തെ കൂലി കൊടുക്കണേ പഠിച്ചോനെ എന്നുള്ളൊരു ദ്വാ. ചിലർക്ക് തോന്നും ഒക്കെ എന്തിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ അത്. അള്ളാഹുത്തലല്ലേ തരുന്നത് ആചാര്യ. അള്ളാഹുത്തല വിശാലമായി കൊടുക്കാൻ കഴിയുന്നവനാണ്. ഇമാമിങ്ങൾ അങ്ങനെ പറയുന്നു. നമ്മൾ ഇമാമിങ്ങളെ കൂടെ നിൽക്കുകയാണ്.